എല്ലാവർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് സ്വാഗതം. ബട്ടർ ചിക്കനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ തന്തൂരി ചിക്കൻ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തന്തൂരി ചിക്കൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ കൊറിയാണ്ടർ പൗഡർ എടുത്തിട്ടുണ്ട്, ഷുഗറുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ജീരകം പൊടിച്ചതും ഗരം മസാലയും. തക്കാളി ഒരു 6 വേണം, കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്, ഒരു 4 അണിയൻസ് ഉണ്ട്. അണിയൻ നമ്മുടെ ഒരു മീഡിയം സൈസ് അണിയനാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് കമൻറ്റിലൂടെ ഇടാം. ജിഞ്ചർ ഗാർലിക് ഒരു 4 പീസ് ഉണ്ട്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ബട്ടർ ചിക്കൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ പതിവ് പോലെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുന്നു. സാധാരണ ബട്ടറാണ് എല്ലാവരും യൂസ് ചെയ്യാറ്, പക്ഷെ നമ്മൾ ഗീ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ സെയിം ഫ്ലേവർ കിട്ടും. മാത്രമല്ല നമുക്ക് കഴിച്ച് കഴിയുമ്പോൾ ഒരു ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഒരു ഹെവി ഫീലിംഗ് ഉണ്ടാവില്ല ബട്ടർ ചിക്കൻ കഴിക്കുമ്പോൾ. നമ്മളതിൽ സവോള ഇട്ടു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇത് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്നെടുത്താൽ മതി, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. സവാള പെട്ടെന്ന് റെഡി ആവാനായിട്ട് നമുക്ക് അതിൽ ഒരു നുള്ള ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ചെറു തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളം അതിൽ തന്നെ വീണിട്ട്, നമുക്ക് എന്തായാലും വെള്ളം ആവശ്യമുണ്ടല്ലോ, ആ വെള്ളം ആവിയായിട്ട് വരുന്ന വെള്ളം അതിൽ തന്നെ വീണിട്ട് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഒരു 5 to 6 മിനിറ്റ്സ് എടുക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യമെങ്കിലും നമ്മളത് ഇളക്കി കൊടുക്കണം. ചെറു തീയിലാണ് വെച്ചിട്ടുള്ളതെന്നുള്ള കാര്യം മറക്കരുത്, അങ്ങനെ തന്നെ വെക്കണം, തീ കൂട്ടിയിടരുത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ മസാല പൗഡറുകളെല്ലാം ചേർക്കാം. ചിലവർ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ഇപ്പോൾ ഇടാറുണ്ട്, പക്ഷേ ഇത് നേരത്തെ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ മസാലയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടാൽ മതി, കാരണം അതും ഈ പറഞ്ഞൊന്ന് കുക്കായിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം, ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാര്യം ചെറു തീയിലാണെങ്കിലും ഇതിലിപ്പോൾ ഈ മസാല ഇട്ടതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിന് ബട്ടർ ചിക്കൻ്റെ യാതൊരു ഫ്ലേവറും ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു ചിക്കൻ കറിയുടെ ഒക്കെ ഫ്ലേവർ ആയിരിക്കും വരുന്നത്. പക്ഷേ അതുകൊണ്ട് പേടിക്കേണ്ട. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, മസാലയുടെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്, ചെറു തീയാണ്. നമുക്കൊന്നുകൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഈ ബട്ടർ ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ എവിടെ പോയാലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ബട്ടർ ചിക്കൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇന്ത്യൻ ഫുഡ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു യൂറോപ്യൻസിനോടോ അല്ലെങ്കിൽ ബാക്കിയുള്ള നാഷണാലിറ്റീസിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ബട്ടർ ചിക്കൻ ഫോർ ഷുവർ അവരുടെ ലിസ്റ്റിലുണ്ടാവും. ആ കാഷ്യൂ നട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്, പക്ഷേ എപ്പോഴും ഇളക്കാൻ മറക്കരുത്. 1948 നോർത്തേൺ ഇന്ത്യയിൽ കുന്ദൻലാൽ ഗുജ്റാൾ എന്നറിയപ്പെടുന്ന ഒരാളാണ് ബട്ടർ ചിക്കൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ബ്രിട്ടീഷ് വെർഷനാണ് ചിക്കൻ ടിക്ക മസാല. രണ്ടിൻ്റെയും മേജർ ഇൻഗ്രീഡിയൻസ് സെയിം ആണ്, ബട്ടർ ചിക്കൻ ആൻഡ് ചിക്കൻ ടിക്ക മസാല. പിന്നെ ചിലവർ പറയുന്നുണ്ട് ബട്ടർ ചിക്കനിൽ നമുക്ക് അനിയൻ യൂസ് ചെയ്യാൻ പാടില്ല, സവാള യൂസ് ചെയ്യാൻ പാടില്ല, ക്രീമും ടൊമാറ്റോയും പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും മാത്രമേ പാടുള്ളൂ എന്ന്. നമുക്കത് എക്കണോമിക്കൽ അല്ലാത്തതുകൊണ്ടും പിന്നെ ടേസ്റ്റിന് വലിയ വ്യത്യാസം വരാത്തതുകൊണ്ടും നമ്മളിവിടെ അനിയൻ്റെ വെർഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്നും കൂടി തുറന്ന് നോക്കാം. ഇതാ ഒരുമാതിരി എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ഒരു 2 or 3 more മിനിറ്റ്സ് കൂടി മതി. മൊത്തത്തിൽ ഇപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് ടൊമാറ്റോ വേവിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതെല്ലാം ടൊമാറ്റോ എല്ലാം സ്കിന്നെല്ലാം അടർന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പുറം രാജ്യങ്ങളിലുള്ളവരാണ്, പീൽ ടൊമാറ്റോ ടിന്നിൽ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. അത് യൂസ് ചെയ്താൽ കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഫയർ ഓഫ് ചെയ്തു. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ അതിൻ്റെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ബ്ലെൻഡറിൻ്റെ ഉള്ളിൽ കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഗ്രേവി തിക്നെസ് റെഡിയാവും. നമുക്ക് തന്തൂരി ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. തന്തൂരി ചിക്കൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു റെസിപ്പി ഇതാ മുകളിലുണ്ട്, ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് പോയി നോക്കുക. വളരെ ഈസിയാണ്, വളരെ ഓഥൻറ്റിക് ഫ്ലേവറാണ്. കണ്ടോ, നമ്മുടെ ഗ്രേവി ഓൾറെഡി ഒരു സിൽക്കി സ്മൂത്തി അപ്പിയറൻസ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്യാം. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും. തന്തൂരി ചിക്കനിൽ ഞാനിതിൻ്റെ ഗുണഗണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേട്ട് നോക്കുക. നമ്മളിതിൽ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല, ആ ബ്ലാക്ക് സോൾട്ടിൻ്റെ ഉപ്പും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇടാനായിട്ട്. അടുത്തത് നമ്മൾ ഇതിനകത്ത് ഒരല്പം കളർ ഇടുന്നത് ഇത് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കാണാൻ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പെർമിറ്റഡ് ഫുഡ് കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. കുറേ റെസിപ്പീസ് ഉണ്ട്, ഓഥൻറ്റിക് റെസിപ്പീസാണ്. നമ്മളിതിൽ ഇത്തിരി ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരല്പം സോൾട്ടും കൂടി ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇതുണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം. നമ്മളിവിടെ ബട്ടർ ചിക്കന് തന്തൂരി ചിക്കൻ വിത്ത് ബോണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ബോൺ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ബോൺലെസ് മതിയെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ തന്തൂരി ചിക്കൻ്റെ നമ്മളെ കൊടുത്തിട്ടുള്ള റെസിപ്പി അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക, സെയിം മെത്തേഡ്. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിൻ്റെ സ്മെല്ല് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സാധനമുണ്ട്, കസൂരി മെത്തി. നമ്മുടെ ഉലുവയുടെ ഇല പൊടിച്ചത് അത് നമ്മൾ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇതിനകത്ത് ഇടുന്നുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ആ പഞ്ചാബി ധാബകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ബട്ടർ ചിക്കൻ്റെ ഫ്ലേവർ വരാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഓൾമോസ്റ്റ് റെഡി. ഇനി നമുക്കതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഈ ക്രീമും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഗ്രേവി ഒരു അല്പം കൂടി സിൽക്കി ആവും. ഇനി നമുക്കിത് അധിക സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കഴിക്കണം, കാരണം വിശപ്പ് തുടങ്ങും. അപ്പോൾ തന്നെ ഒരല്പം മല്ലിയില ഗാർണിഷ് ഇട്ടിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും നല്ലത് നാനാണ്, ബട്ടർ നാൻ, ഗാർലിക് നാൻ, അങ്ങനെ നാനാണ്. കണ്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ ബട്ടർ ചിക്കൻ കാണാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസസ്, ചിക്കൻ പീസ്, സ്മൂത്ത് ഗ്രേവി. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബട്ടർ ചിക്കൻ്റെ കൂടെ എപ്പോഴും കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് നാനാണ്. അത് ഗാർലിക് നാൻ വിത്ത് ബട്ടർ ആണെങ്കിൽ പറയും വേണ്ട. ആ പുറകിലിരിക്കുന്നുണ്ടോ, അതാണ് ബട്ടർ നാൻ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം, മിക്കവാറും നാളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല റെസിപ്പീസായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മളത് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്തിട്ട് നന്നാക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. ആ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഹാപ്പി കുക്കിംഗ്.